നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും പൂർണ്ണമായി പിടിതരാത്ത വ്യക്തിത്വമാണ് പ്രതി അഫാന്റേതെന്നാണ് വിലയിരുത്തലുകൾ. കാരണം അഫാന്റെ ദുരൂഹത നിറഞ്ഞ സ്വഭാവം തന്നെയാണ്. സ്വന്തം അനിയനെ ഉൾപ്പെടെ 5 പേരെ കൂട്ടക്കൊല ചെയ്തിട്ടും തെല്ലുപോലും പശ്ചാത്താപം ഈ പ്രതിക്കുള്ളതിൻ്റെ യാതൊരു ലക്ഷണവും ഇന്നലെ കാണാൻ സാധിച്ചില്ല. മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനായി പുറത്തിറക്കിയപ്പോൾ വീൽചെയറിൽ കൂസിലില്ലാതെ ക്യാമറയിൽ നോക്കി പുഞ്ചിരിച്ചായിരുന്നു അഫാൻ പോയത്. മുൻപ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. സാമ്പത്തിക പ്രതിസന്ധിയാണ് എല്ലാത്തിനും കാരണമെന്നായിരുന്നു അഫാൻ പോലീസിന് മൊഴി നൽകിയത്. ഇക്കാരണം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസും. എന്നാൽ ഈ വാദത്തെ തള്ളുന്നതാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ വെളിപ്പെടുത്തലുകൾ. മകൻ നൽകിയതായി പറയപ്പെടുന്ന മൊഴി സത്യമല്ലെന്നാണ് അബ്ദുൾ റഹീം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. നാട്ടിൽ 5 ലക്ഷത്തോളം രൂപ കടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണും മാത്രമാണുള്ളത്. വീട് വിൽക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങളൊക്കെ വീട്ടാനായി മാത്രമാണെന്നും അബ്ദുൾ റഹീം വെളിപ്പെടുത്തി. എന്നാൽ വിദേശത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കൊറോണയ്ക്ക് ശേഷം വന്ന പ്രതിസന്ധിയാണ് ഇതിന് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. അഫാനെ ഗൾഫിൽ കൊണ്ടുവന്ന് നല്ല ജോലിയൊക്കെ നോക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എവിടെയാണ് മകന് പിഴച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. കട വാടകയ്ക്കെടുത്ത് നടത്തുകയായിരുന്നു. മാസം 6000 റിയാൽ വീതം കഫീലിന് നൽകണം. നല്ലപോലെ കാശുണ്ടാക്കിയിരുന്ന വ്യക്തിയാണ് ഞാൻ. വലിയ വീടൊക്കെ വെച്ച് വസ്തുവൊക്കെ വാങ്ങി ബന്ധുക്കളുമൊക്കെയായി നല്ല സഹവർത്തിത്വത്തിൽ പോവുകയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം കുറച്ച് ബാധ്യതകൾ വന്നു. തുടർന്ന് പലിശയ്ക്ക് പൈസ എടുത്ത് കച്ചവടം ചെയ്ത് ദിവസവും അടച്ചുകൊണ്ടിരുന്നു. യമനികളുടെ അടുക്കൽ നിന്നാണ് കടം വാങ്ങിയത്. കടയുടെ ലൈസൻസ്, ഇഖാമ തുടങ്ങിയ രേഖകളും ഒരു സാക്ഷിയും ഹാജരാക്കിയാണ് പണം വാങ്ങിയത്. പണം വാങ്ങി കച്ചവടം ചെയ്ത് കാശ് അടയ്ക്കുന്നുണ്ടെങ്കിലും കച്ചവടം കുറഞ്ഞു വരികയായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത് ഞാൻ 2 തവണ കാശെടുത്ത് 30,000 റിയാലാണ് എടുത്തത്. അതിൽ കുറച്ചടച്ചു. ഞാൻ ജാമ്യം നിന്ന ഒരു പാലക്കാട്ടുകാരനുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോൾ ആ ബാധ്യത കൂടി എനിക്കായി. അവനും ഞാനും പരസ്പര ജാമ്യം നിന്നാണ് പണം എടുത്തത്. അവൻ വരാതായതോടെ ഞാനും അത് അടയ്ക്കേണ്ടി വന്നു. ഏകദേശം 28,000 റിയാൽ ഈ യമനിക്ക് കൊടുക്കാനുണ്ട്. ഇത് വീട്ടാനാണ് ഇവിടെ നിന്നതെന്നും അബ്ദുൾ റഹീം പറയുന്നു. അഫാനെ ഇവിടെ കൊണ്ടുവരാൻ നല്ല ജോലിയൊക്കെ നോക്കാം എന്നൊക്കെ കരുതിയിരുന്നതായിരുന്നു. എവിടെയാണ് അവന് പിഴച്ചതെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. അതേസമയം യാത്രാരേഖകൾ ശരിയായതോടെയാണ് അബ്ദുൾ റഹീമിന് ഇന്ന് കേരളത്തിലെത്താൻ സാധിക്കുന്നത്. 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമെന്നാണ് വിവരം. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിക്കാനായത്. മരിച്ചവരെ അവസാനമായൊന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇഖാമ കാലാവധി തീർന്ന് 2.5 വർഷമായി സൗദിയിൽ യാത്രാവിലക്ക് നേരിടുകയായിരുന്നു അദ്ദേഹം. റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങിയിരുന്നു. ഇതാണ് ഫലം കണ്ടത്. 7 വർഷത്തിന് ശേഷമാണ് റഹീം നാട്ടിലെത്തുന്നത്. തൻ്റെ കുടുംബത്തെ കാണാൻ സന്തോഷത്തോടെ എത്തേണ്ട സമയത്ത് നെഞ്ചു നീറുന്ന വേദനയുമായിട്ടാണ് ആ പിതാവ് നാട്ടിലെത്തുന്നത്. തകർന്ന് തരിപ്പണമായ തൻ്റെ കുടുംബത്തിൻ്റെ വേദനയിലേക്കാണ് റഹീമിൻ്റെ വരവ്. 23-കാരനായ തൻ്റെ മകൻ സ്വന്തം അനുജനെ അടക്കം കൊലപ്പെടുത്തിയ നൊമ്പരം ഒറ്റയ്ക്ക് ഉൾക്കൊള്ളുകയായിരുന്നു ആ പിതാവ്. വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിലെ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. പിന്നീട് ദമാമിലേക്ക് മാറി. ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളുമെല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നായ വലിയൊരു പ്രതിസന്ധിയും. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. കേരളത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയിൽ കുടുംബാംഗങ്ങളായ 4 പേരെ അടക്കം 5 പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. അഫാന്റെ മുത്തശ്ശി സൽമ ബീവി, സഹോദരൻ അഫ്സാൻ, പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി, വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. തലയ്ക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.